guys, welcome to our YouTube channel. ചിറ്റപ്പൻ എനിക്ക് ഒരു ഫുൾ കുപ്പി തരുമോ? പക്ഷെ അതിനുള്ള പ്രാണി എനിക്കില്ല. കാലം തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ആർമിയിൽ ചേരണമെന്നുള്ളത്. എല്ലാ ആർമി സോൾജേഴ്സിനും ഒരു യുദ്ധമുണ്ട്. കൂടെയുള്ള അങ്കിളാണ് ഓടി വന്ന് എടുത്തത്. ആംമിനേഷൻ ബ്ലാസ്റ്റ് ആയിട്ട് എൻ്റെ മുഖത്തും കണ്ണിലും കയ്യിലും ഒക്കെ ഒരു പരിക്ക് പറ്റുകയൊക്കെ ചെയ്തു. അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. ആ വീട്ടിൽ വന്ന് കാത്തിരുന്നിട്ട് വേണമായിരുന്നു ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്യും. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ അവിടെ രാജസ്ഥാനിലാണ്. ഇതെൻ്റെ ചിറ്റപ്പനാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ചിറ്റപ്പനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. ചിറ്റപ്പൻ ഒരു എക്സ് ആർമി ഓഫീസർ കൂടിയാണ്. അപ്പോൾ ചിറ്റപ്പൻ്റെ അടുത്ത് നമ്മൾ എന്തൊക്കെയാണ് നമുക്കറിയാൻ, കുറേ കാര്യങ്ങൾ നമുക്കറിയാൻ ആഗ്രഹം കാണും. ഇപ്പോൾ ഒന്നാമത് പെഹൽഗാമിലൊക്കെ ഇഷ്യൂസൊക്കെ നടക്കുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു പട്ടാളക്കാരൻ എൻ്റെ ചിറ്റപ്പനാണ്. സോ ചിറ്റപ്പൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ പ്രിപ്പയർഡാണ് ഇന്നലെ തന്നെ. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ആർമി ഓഫീസേഴ്സിനോട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ചിറ്റപ്പനോട് അത് ചോദിക്കും. കാരണം എന്താണെന്നറിയോ, ചിറ്റപ്പൻ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആവുന്നത് ആ ഒരു റീസൺ കൊണ്ടാണ്. സോ ചിറ്റപ്പൻ്റെ യുദ്ധ ജീവിതത്തിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയും. യുദ്ധ ജീവിതത്തെ പറ്റിയല്ല, എല്ലാ ആർമി സോൾജേഴ്സിനും ഒരു യുദ്ധമുണ്ട്. അത് നേരിട്ട് വാറിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല. കാശ്മീരിലായാലും ശരി, മറ്റേ ലഡാക്കിൽ എവിടെ ആയാലും ശരി, പോസ്റ്റിംഗ് പോകുമ്പോൾ അവിടെ എപ്പോഴും ടെററിസ്റ്റുമായിട്ട് ഏറ്റുമുട്ടൽ നടക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൽ നമ്മൾ പങ്കാളിയാവുക എന്ന് പറയുന്നത് തന്നെ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസരത്തിൽ വെച്ചാണ് എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും ഒരു ആംമിനേഷൻ ബ്ലാസ്റ്റായിട്ട് എൻ്റെ മുഖത്തും കണ്ണിലും കയ്യിലുമൊക്കെ ഒരു പരിക്ക് പറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് അവിടെ വെച്ച് ഒരു ആക്സിഡൻറ്റ് ആയിട്ട് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ ആർമിയിൽ പോകുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ, നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയേക്കാം. രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡിറ്റർമിനേഷനോട് തന്നെ അല്ലേ പോകുന്നത് എല്ലാവരും? അങ്ങനെ ഇല്ല, നമ്മൾ അപകടം പറ്റും എന്നുള്ള ഒരു ഉറപ്പോടു കൂടിയല്ല പോകുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ നമ്മൾ ആർമിയിൽ ചേരുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തെ നമ്മൾ സേവിക്കുക, നമ്മുടെ ജീവൻ ബലി കൊടുത്തും നമ്മൾ നമ്മളുടെ സഹോദരങ്ങളെയും നമ്മുടെ രാജ്യത്തെയും കാത്തു രക്ഷിക്കും എന്ന് നമ്മുടെ ആ ട്രെയിനിങ് കഴിയുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിന് ഒരു പിൻബലം അങ്ങനെ ഉണ്ടാവുകയാണ്. അത് ഓട്ടോമാറ്റിക്ക് നമുക്ക് ഉണ്ടാകും. അത് ആ ട്രെയിനിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമാണ്. ഓക്കെ. സോ ഈ സൈന്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആണല്ലോ ഒരിക്കലും മറക്കാൻ പറ്റാതെ. ചിലപ്പോൾ അതൊരു വ്യക്തിയായിരിക്കും, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ഓർക്കുമ്പോൾ ചിലപ്പോൾ കണ്ണ് നിറയുന്ന അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം വരുന്ന ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി, അതിനെക്കുറിച്ച് പറയാം. അത് എൻ്റെ ഈ ആക്സിഡൻറ്റ് നടന്ന സംഭവം തന്നെ. എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി മൊത്തം മുറിവായി ബ്ലഡുമായിട്ട് കിടക്കുന്ന ഒരു സമയത്ത് എൻ്റെ അടുത്ത് നിന്ന എൻ്റെ ഒരു കോ വർക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനും ചെറിയ പരിക്കുകൾ പറ്റി. പക്ഷേ എന്നിട്ട് പരിക്കുകൾ പറ്റിയാണൊക്കെ പോലും എൻ്റെ കയ്യിൽ ഒരു ആംമിനേഷൻ കൊണ്ടിട്ട് അതിൻ്റെ മാംസം ഇങ്ങനെ ഇളകി ഇങ്ങനെ വെളിയിലോട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ശരീരം വല്ലാതെ വരുന്ന പോലെ തോന്നി. പക്ഷേ അവനെ ഓടി വന്ന ഉടൻ തന്നെ കൈകൊണ്ട് അത് വെച്ചിങ്ങനെ പൊത്തിക്കൊണ്ട് നോക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് വരിഞ്ഞും അവൻ്റെ കയ്യിരുന്ന ഒരു തുണി കൊണ്ട് പിടിച്ച് കെട്ടി എന്നെ എടുത്തുകൊണ്ട് ആദ്യമേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഫസ്റ്റ് വരുന്നത് അവനായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വല്ലാത്തൊരു എൻ്റെ ജീവിതത്തിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും ഒരു നല്ല. അപ്പോൾ അയാളുടെ പേര് ജയകുമാർ എന്നാണ്. തിരുവനന്തപുരത്താണ് വീട്. ജയകുമാർ അങ്കിൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇന്ന് ചിറ്റപ്പൻ ഇങ്ങനെ ഇരിക്കാനുള്ളതിൻ്റെ റീസൺ ജയകുമാർ അങ്കിളാണ്. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ചിറ്റപ്പനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ട് തന്നതിന്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണമെന്ന് എല്ലാവരോടും കാണുമ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കും. ഈ NCC ക്യാമ്പുകൾക്കൊക്കെ പോയാൽ തന്നെ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവും ചിലർക്കൊക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ NCC ക്യാമ്പിനൊന്ന് പോയതായിരുന്നു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഡേയിൽ ഞാൻ തിരിച്ചു വന്നു. എനിക്ക് വയ്യ, ഇനി അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ജീവിതത്തിൽ ഇപ്പം പിന്നോട്ട് പോകുമ്പോൾ, ഇപ്പം ഒരു 10th ഒക്കെ പാസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ വീണ്ടും ഈ ആർമിയിലോട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ടൈം വരിക, വീണ്ടും ഇങ്ങനെ ഒരു എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുന്ന ഒരു ടൈം വരിക, ആ പാത്ത് തന്നെ ചൂസ് ചെയ്യുമോ അതോ വേറൊരു രീതിയിൽ ഒരു കരിയർ ചൂസ് ചെയ്യുമായിരിക്കും? അത് എന്നോട് ചോദിച്ചാൽ എനിക്ക് എൻ്റെ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ കാലം തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ആർമിയിൽ ചേരണമെന്നുള്ളത്. അപ്പോൾ അത് ഇനി ഒരു അവസരം വന്നാലും ഞാൻ അത് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചിറ്റപ്പൻ എനിക്ക് ഒരു ഫുൾ കുപ്പി തരുമോ? ഫുൾ കുപ്പി തരാം, കഴിക്കുമെന്നുണ്ടെങ്കിൽ തരാം. പക്ഷേ അത് ഞങ്ങൾക്ക് ആർമിക്ക് എക്സ് സർവീസ്മാന് തരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളവിടെ മഞ്ചലും കരയിലും ഒക്കെ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു രീതിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അത് മറ്റുള്ള ഒറ്റയ്ക്കിരുന്ന് കുപ്പി അടിച്ചു തീർക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് നമുക്ക് അതിനുള്ള ആവശ്യത്തിനുള്ളതല്ലേ നമുക്ക് ഗവൺമെൻറ് തരുന്നുള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ട് നമുക്ക് തരുന്നില്ലല്ലോ. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സാധനം തരുന്നുള്ളൂ, അത് നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ നിന്ന് എല്ലാവരും ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ചിറ്റപ്പനോട്, ചിറ്റപ്പ ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത് പറ ചിറ്റപ്പ. ട്രൂത്ത്. ഞാൻ ഒരു സത്യം പറയാൻ പോവാ. പണ്ട് ചിറ്റപ്പൻ ജനലിന്റെ അടുത്ത് ഒരു ചെറിയ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം പോലെ കുറച്ച് മദ്യം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കുഞ്ഞമ്മ വിളിച്ചപ്പോ ചിറ്റപ്പൻ അപ്പുറത്തോട്ട് പോയി. ഞാനും ചിറ്റപ്പൻ്റെ 2 മക്കളും ആ മുറിയിലുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് ചിറ്റപ്പൻ വരുന്നതിന് മുമ്പേ ഒരൊറ്റ വായിൽ കുടിച്ചു. എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അതിനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു. എൻ്റെ തൊണ്ടയെല്ലാം കൂടെ പുകഞ്ഞ് ഞാൻ ബാത്റൂമിലോട്ടൊരു ഓട്ടം ഓടി. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് ചിറ്റപ്പൻ ഊഹിക്കാൻ പറ്റുമോ? ബാത്റൂമിൽ ചെന്നിട്ട് വായി കൈയിട്ട് ഛർദ്ദിച്ചു കാണും. ഞാനവിടെ ഇരുന്ന് മൗത്ത് വാഷും കൂടെ എടുത്ത് കുടിച്ചു. കറക്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ കുറെ നാൾ കൊണ്ട് പറയണം എന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ റിയാക്ഷൻ വരുന്നതിന് മുമ്പേ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഈ പെഹൽഗാം ഇൻസിഡന്റ് ഇപ്പൊ നടന്നല്ലോ, അതിനകത്ത് ഒരുപാട് പാവം യാത്രക്കാരാണ് മരിച്ചുപോയത്. അവരാണ് ഈ ഒരു ഭീതിയിൽ നിന്നുപോയത്. അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരുടെ ആയാലും ചില ഇൻസ്റ്റഗ്രാമിൻ്റെയും മറ്റുമൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കുമ്പം ആ കമൻറ്റുകളെന്നൊക്കെ പറയുന്നത് അവിടെ ഉള്ള ഒറ്റ ഒരെണ്ണത്തിനെയും വെച്ചേക്കരുത്, എല്ലാവരെയും കൊല്ലണം എന്നുള്ളൊരു ചിന്ത. അപ്പം നമ്മുടെ നാട്ടിലെ പാവം യാത്രക്കാരെ പോലെ തന്നെ ആയിരിക്കില്ലേ അവിടെയും കഴിയുന്ന ചില ആൾക്കാർ. അപ്പം അവരെ അങ്ങനെ ശിക്ഷിക്കണം തീവ്രവാദികൾ അത്തരത്തിൽ ചെയ്തതിന് എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണോ? അത് തീർച്ചയായും അല്ല. അവിടെ ഉള്ളവരെന്ന് വെച്ചാൽ അവരുള്ള കാശ്മീർ ഇപ്പോൾ ലൗട്ടാതെ മുജെ മേരാ കാശ്മീർ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അതേപോലെ കാശ്മീർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാശ്മീരിൽ അവിടെ നിന്ന് വിട്ടുപോയവരൊക്കെ തിരിച്ചവിടെ വരികയും വസ്തു മേടിക്കുകയും താമസിക്കുകയും ഓരോ ഉപജീവനം കണ്ടെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇതിങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ ശിക്ഷിക്കണം എന്ന് പറയുന്നതിനകത്ത് അതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ ടെററിസ്റ്റായിട്ടുള്ളവരെ ചെയ്യണം. അവർ ചെയ്തത് ഭീരുത്വമാണ്. അവർ ഈ പാവം പിടിച്ച ടൂറിസ്റ്റുകളെയാണ് കയറി ആക്രമിക്കുക. അത് ആക്രമിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ആർമിക്കാരുടെ നേരെ പോകണമായിരുന്നു. അതിനുള്ള ധൈര്യം അവർക്കില്ലാതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ശിക്ഷിക്കണം എന്ന് പറയുന്നതിന്, പിന്നെ അവിടെ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട് അവർക്കുണ്ടെന്ന് ആണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക, അല്ലാതെ എല്ലാവരും ശിക്ഷിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ തീവ്രവാദികൾ ഉണ്ടാവുന്നത് ഒരുപക്ഷെ ചെറുപ്പത്തിലേ കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ് കൊണ്ടായിരിക്കാം അല്ലേ? അതല്ലാണ്ട് അവർ ജനിക്കുമ്പോഴേ അങ്ങനെ ഒരു ചിന്തയോടല്ലല്ലോ ഒരു പിഞ്ചുകുഞ്ഞ് വന്ന് വീഴുന്നത്. അപ്പം പിന്നീട് അവർക്ക് കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു അത് ചെയ്യുന്ന ഒരു ബ്രൂട്ടലായിട്ടുള്ള കാര്യമല്ലേ ഒരു കുഞ്ഞിനോട് ചെയ്യുന്നത്? തീർച്ചയായും അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയും അവരെ മതം പഠിപ്പിച്ച് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നൊക്കെയുള്ള രീതിയിലുള്ള മതത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ അവരുടെ തലമണ്ടയിലേക്ക് കുത്തി നിറച്ച് കൊടുക്കുകയാണ്. അതാണ് ടെററിസ്റ്റുകൾ ചെയ്യുന്നത്. അങ്ങനെയാണ് അവരിലേക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോഴാണ് അവരതിലേക്ക് ഒരു ആകർഷ്ടരായിട്ട് പോകുന്നത്. ഇപ്പം വളരെ കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ. പണ്ട് സ്ഥിരമായി ഒരുപാട് പേരെ നമ്മൾ പിടികൂടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ. ഇനി ആരോഗ്യം സമ്മതിച്ചാൽ ഒരിക്കൽ കൂടി സൈന്യത്തിലേക്ക് തിരിച്ചു പോകും? ആരോഗ്യം സംബന്ധിച്ചാൽ തീർച്ചയായിട്ടും പോകും. ഓക്കെ, അത് തന്നെയാണ് എനിക്ക് ചിറ്റപ്പനെ കുറിച്ച് പറയാനുള്ളത്. എന്നും എനിക്ക് അഭിമാനം ആയിട്ട് എൻ്റെ ചിറ്റപ്പൻ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കാണെന്ന് പറഞ്ഞാൽ, ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ പെൺകുട്ടികളും കുറച്ച് നാൾ മുമ്പ് വരെ ഒരു ട്രെൻഡായിരുന്നു എനിക്ക് ആർമി ഓഫീസറിനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. ഇപ്പം ഞാൻ അങ്ങനെ കേൾക്കുന്നില്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഒരു ആർമി ഓഫീസറിനെ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടായ കുഞ്ഞമ്മയുടെ ജീവിതത്തിനെ പറ്റി, അല്ലെങ്കിൽ ചിറ്റപ്പനുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്? കാരണം ആഗ്രഹിക്കുമ്പോഴൊന്നും നാട്ടിലോട്ട് വരാൻ പറ്റില്ല. ചിലപ്പം വൈഫ് പ്രഗ്നൻ്റ് ആണെങ്കിൽ കൂടി ആ ഒരു ഡെലിവറി ടൈമിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് നിന്ന് എങ്ങനെയായിരുന്നു? അത് ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് തന്നെയായിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടമല്ലായിരുന്നു അന്ന്. ഇന്നിപ്പം മൊബൈൽ ഫോണുണ്ട്, വാട്സപ്പുണ്ട്, നേരിട്ട് കാണാം, സംസാരിക്കാം.
അന്ന് ഒരു ഫോൺ പോലും ഇല്ല, ഫോൺ പോലും സൗകര്യം ഇല്ലാത്ത സമയത്തായിരുന്നു ഞാൻ ചെയ്തത്. അന്ന് എഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട്, ലീവ് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴും യാത്രയാക്കുമ്പോഴും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളും, പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനപ്പോൾ അവിടെ രാജസ്ഥാനിലാണ് ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെയാണ് നമ്മളിത് അറിയുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായ മാനസിക വിഷമം എനിക്കും ഉണ്ടായി, താരയ്ക്കുണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ ആ സമയത്ത് ഒരു ഫോൺ വിളിക്കണമെങ്കിൽ അന്ന് അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. ആ വീട്ടിൽ വന്ന് കാത്തിരുന്നിട്ട് വേണമായിരുന്നു ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അത് ഏത് നിമിഷവും വാട്സപ്പിലൂടെ നേരിട്ട് കണ്ട് വിളിക്കാം. അത് ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ കാലത്തുണ്ടായിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ആ ഒരു ചുറ്റുപാടിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ലോയലായിട്ടുള്ള ഭാര്യയെ കിട്ടിയതിൽ എൻ്റെ ചിറ്റപ്പൻ സംതൃപ്തനാണ് അല്ലേ ചിറ്റപ്പൻ? തീർച്ചയായും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടെയുള്ള ജവാന്മാർക്ക് അപകടം പറ്റും. ഇപ്പം ചിറ്റപ്പൻ പറയും ചിറ്റപ്പൻ അപകടം പറ്റിയപ്പം കൂടെയുള്ള അങ്കിളാണ് ഓടി വന്ന് എടുത്തതെന്ന്. അപ്പോൾ അതേപോലെ കൂടെയുള്ളവർക്ക് ഈ അപകടം പറ്റുമ്പോൾ ഒരു പക്ഷേ മരിച്ചു വീഴുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു, ചിലപ്പോൾ ഇന്നലെയും കൂടെ നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച ആളായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമല്ലോ ആ ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ അതിന് ശേഷം മുന്നിലോട്ട് വീണ്ടും പോരാടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ധൈര്യം നിങ്ങളെങ്ങനെയാണ് ഒപ്പിച്ചെടുക്കുന്നത്? അത് നമുക്ക് പ്രത്യേക ക്ലാസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ്, ഇപ്പോൾ നമ്മുടെ യൂണിറ്റിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയോ ഒരു ടെററിസ്റ്റ് ആക്രമണം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അത് നമ്മുടെ കൂടെയുള്ള ഒരു സോൾജർ മരിക്കുകയോ മറ്റ് ആക്സിഡൻറ്റ് പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ആ മാനസികാവസ്ഥയിൽ നിന്നും നമ്മളെ മാറ്റിയെടുക്കുവാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ, എൻ്റർടൈൻമെൻറ്റായിട്ട് പ്രോഗ്രാമുകൾ നടത്തുകയോ മറ്റ് കാര്യങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധ കുറച്ച് ദിവസത്തേക്ക് മാറ്റാൻ വേണ്ടി അവർ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാക്കും. ക്ലാസ് തരും. ഇപ്പം പിന്നെ വെളിയിൽ നിന്നുള്ള ഈ സോഷ്യൽ വർക്കേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് അവർ നമുക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ തരികയും ഒക്കെ ചെയ്തിട്ടാണ്. അതൊക്കെ ആർമിയിൽ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ തീരെ അങ്ങനെ അല്ലാതായി വരുന്നുണ്ട്, വെളിയിൽ നിന്ന് ഫിലിം സ്റ്റാറിനെ അങ്ങനെയുള്ള നർത്തകം, ഡാൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് മനസ്സിനൊരു സന്തോഷം തരത്തക്ക രീതിയിലുള്ള പരിപാടികൾ നടത്താറുണ്ട്. അങ്ങനെയൊക്കെ നടത്തിയാണ് നമ്മളെ വീണ്ടും നമ്മുടെ മാനസികാവസ്ഥ മാറ്റി എടുക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ചിറ്റപ്പനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ അകത്തേക്ക് പോവാണ്. ആ പറഞ്ഞ സാധനം പോയി എടുക്കാനുണ്ട്. അതിന് ശേഷം നമ്മൾ പിന്നെയും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ. ഓക്കെ, താങ്ക് യു.